ഉറുമിയുടെ തുടർച്ചയായി 2 സിനിമകൾ മനസ്സിലുണ്ടെന്നാണ് ശങ്കർ രാമകൃഷ്ണൻ പറയുന്നത്. ഒരു ഭാഗത്തിന്റെ തിരക്കഥ പൂർത്തിയാക്കിയെന്നും പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഉറുമി. ഹിസ്റ്റോറിക്കൽ ഡ്രാമ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ചിത്രം 2011 പുറത്തിറങ്ങിയത്. ചിത്രം പുറത്തിറങ്ങി ഇത്രയും വർഷങ്ങളാകുമ്പോൾ പോലും നിരവധി ആരാധകരാണ് ഉറുമിക്കുള്ളത്. സിനിമ പുറത്തിറങ്ങിയ സമയത്തും മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകളാണ് ലഭിച്ചിട്ടുള്ളത്. പ്രഭുദേവ, ജനീലിയ, നിത്യമേനോൻ, ജഗതി, ആര്യ, വിദ്യാബാലൻ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ശങ്കർ രാമകൃഷ്ണനായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത്. ഇപ്പോഴിതാ ഉറുമിക്ക് 2ാം ഭാഗം വരുന്നുവെന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. ഉറുമിയുടെ തുടർച്ചയായി 2 സിനിമകൾ മനസ്സിലുണ്ടെന്നാണ് ശങ്കർ രാമകൃഷ്ണൻ പറയുന്നത്. അതിലൊന്നിന്റെ തിരക്കഥ പൂർത്തിയായെന്നും ശങ്കർ രാമകൃഷ്ണൻ പറയുന്നു. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശങ്കർ ചിത്രത്തിന്റെ വരവിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തിയാക്കാൻ 12 വർഷമെടുത്തുവെന്നും ഇനി അഭ്രപാളിയിലേക്ക് എത്തിക്കുക എന്ന വലിയ ശ്രമത്തിന്റെ പിന്നിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉറുമിക്ക് ശേഷമുള്ള 100 വർഷത്തെ കേരളമാണ് അതിന്റെ പശ്ചാത്തലമെന്നും അതിന്റെ പ്രൊഡക്ഷനും റിസർച്ചുമൊക്കെ നടക്കുകയാണെന്നും ശങ്കർ കൂട്ടിച്ചേർത്തു. വടകരയാവും ചിത്രത്തിന്റെ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷൻ. അതിനായി 25 ഏക്കറിൽ ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടുവച്ചിട്ടുണ്ടെന്നും അതിനെ അടിസ്ഥാനമാക്കിയുള്ള കോസ്റ്റ്യൂം ഡിസൈനിംഗ് തുടങ്ങിയവ തയ്യാറാക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. സ്വന്തം പിതാവിനെ വധിച്ച വാസ്കോ ഡ ഗാമയോട് പ്രതികാരം ചെയ്യാൻ പൊന്നുറുമിയുമായി കാത്തിരിക്കുന്ന ചിറക്കൽ കേളുനായനാരുടെയും ചങ്ങാതി വവ്വാലിയുടെയും കഥയായിരുന്നു ഉറുമിയുടെ പ്രമേയം. 2ാം ഭാഗം വരുമ്പോൾ എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.